ആകാശ ചുഴിയിൽപ്പെട്ട ഇൻഡിഗോ വിമാനം 1 മിനിറ്റിൽ 8500 അടി താഴേക്ക് പതിച്ചു. ചുഴിയിൽ നിന്ന് പുറത്തു വരുന്നതുവരെ ഇത് ആവർത്തിച്ചു. അപകടത്തിൽ കൃത്യമായ പരിശോധന നടക്കുന്നുവെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. അർജുൻ പീതാംബരൻ ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, ഗുഡ് മോർണിംഗ്. ആകാശ ചുഴിയിൽപ്പെട്ട ശേഷം യാത്രക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ പരിക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ള കാര്യം വ്യോമയാന മന്ത്രാലയവും അതുപോലെ തന്നെ DGMAയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇതിൻ്റെ 2 പൈലറ്റുമാരും ഇപ്പോൾ ജോലിയിൽ നിന്നും വിട്ടുനിർത്തിയിരിക്കുകയാണ്. അത് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അവരെ രണ്ടുപേരും ഗ്രൗണ്ടഡ് ആക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ അപകടത്തെ സംബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധന അതിപ്പോൾ നടത്തി വരികയാണ്. ഈ വിമാനം മോശം കാലാവസ്ഥ ഉണ്ടായതിന് പിന്നാലെ ഡൽഹിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ ആകാശ ചുഴിക്ക് തൊട്ടടുത്തായതുകൊണ്ട് അതിന് സാധിച്ചില്ല ഈ പൈലറ്റുമാർക്ക്. ഒപ്പം തന്നെ ഒട്ടുമിക്ക നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. സ്വാഭാവികമായി ഉണ്ടാവുന്നതിലും 4 ഇരട്ടി വേഗതയിലാണ് ഈ വിമാനം താഴേക്ക് പതിച്ചത്. അതായത് 8500 അടി 1 മിനിറ്റിൽ വീഴുക, പിന്നീട് ചുഴിയിൽ നിന്നും വെളിയിൽ വരുന്നത് വരെ ഇത് ആവർത്തിക്കുകയും ചെയ്തു. ഈ ഇന്ത്യ പാക് സംഘർഷം കാരണം ഈ പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിലൂടെ പറക്കുന്നത് വിലക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ ലാഹോറിലേക്ക് നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില കോർഡിനേറ്റ്സും ഈ പൈലറ്റുമാർക്ക് നൽകിയിരുന്നു. അങ്ങനെയാണ് ഇവർ ബന്ധപ്പെടുന്നതും പിന്നെ അനുമതി നിഷേധിക്കുന്നതും. എന്തായാലും പൈലറ്റുമാരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, സംയോജിതമായിട്ടുള്ള ഇടപെടലാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും ഈ വിമാനത്തെ രക്ഷപ്പെടുത്തിയത് എന്നുള്ള കാര്യമാണ് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൃത്യമായിട്ടുള്ള പരിശോധനയും അന്വേഷണവും തുടരുന്നുണ്ട്.